إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 58-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശനാനുമതി തേടുന്നതിനെ കുറിച്ച് അവതരിച്ചൊരായത്താണ്. നോക്കൂ നിങ്ങൾ, ആരോടാണ് പ്രവേശനാനുമതി തേടേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത്ത് ഐമാനുക്കും, നിങ്ങളോടവർ അനുമതി തേടട്ടെ, പ്രവേശനാനുമതി ചോദിക്കട്ടെ. അല്ലദീന, യാതൊരു കൂട്ടരാണ് മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തി, അതായത് അടിമകളെ പോലോത്തവർ. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ, അതുപോലെ ആ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളും നിങ്ങളോട്, ആ പ്രായപൂർത്തി എത്തിയവർ അനുമതി തേടുന്നത് പോലെ നിങ്ങളോട് അനുമതി തേടിക്കൊള്ളട്ടെ. മിൻകും, നിങ്ങളിൽ നിന്നും അനുമതി തേടട്ടെ. സലാസ മർറാത്തിൻ, 3 അവസരങ്ങളിലാണ് അനുമതി തേടേണ്ടത്. ആ 3 അവസരങ്ങൾ ശേഷം അല്ലാഹു വിശദീകരിക്കുകയാണ്. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് മുമ്പും, വഹീന തളഊന ഫിയാബക്കും, നിങ്ങളുടെ ഉടുപ്പുകൾ നിങ്ങൾ വെക്കുന്ന ആ സന്ദർഭത്തിലും, മിനൽ വഹീറത്തി, അതായത് മധ്യാഹ്ന സമയത്ത്, ളുഹറിന്റെ സമയത്ത്, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇ, ഇശാ നമസ്കാരത്തിന് ശേഷം. ഈ 3 അവസരങ്ങളിൽ അനുമതി ചോദിച്ചുകൊണ്ടല്ലാതെ ഒരാളും ആരുടെ അടുത്തേക്കും പ്രവേശിക്കാൻ പാടില്ല. കാരണം അവർക്കുള്ള സ്വകാര്യ സമയങ്ങളാണ് അതൊക്കെയും. തലാത്തു ഔറാത്തിൻ ലക്കും, നിങ്ങൾക്കുള്ള 3 ഗോപ്യാവസരങ്ങളാകുന്നു അത് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ലൈസ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല. വല അലൈഹിം, അവിടെ മേലും തെറ്റില്ല. ജുനാഹുൻ, ഒരു തെറ്റുമില്ല. ബഅദഹുന്ന, അതിനുശേഷമുള്ള ഏതു സമയത്തും പ്രവേശിക്കുന്നതിന് അനുമതിയില്ലെങ്കിലും തെറ്റില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. തവാഫൂന അലൈക്കും, നിങ്ങളുടെ മേൽ, തവാഫൂന, അവർ ചുറ്റിത്തിരിയുന്നവരാണ്. അലൈക്കും, നിങ്ങളിൽ ചുറ്റിത്തിരിയുന്നവരാണ്. ബഅ്ദുക്കും അലാ ബഅദിൻ, നിങ്ങൾ ചിലതിലേക്ക് ചുറ്റിത്തിരിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നവരല്ലേ അവർ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. കദാലിക, അപ്രകാരം, യുബയ്യിനുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നു. അല്ലായാതി, അവന്റെ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹു ആകട്ടെ അലീമുൻ, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹകീമുൻ, അഗാധജ്ഞാനിയുമാകുന്നു, അല്ലെങ്കിൽ യുക്തിജ്ഞാനിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. കൊണ്ട് ആ ഗോപ്യ സന്ദർഭങ്ങളിൽ നാം അനുമതി തേടിക്കൊണ്ടല്ലാതെ ആരുടെ അടുത്തേക്കും പ്രവേശിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.